നമസ്കാരം. ഹെൽത്ത് ടോക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഹൃദ്രോഗത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഹെൽത്ത് ടോക്കിൽ ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി ആൻജിയോപ്ലാസ്റ്റി ചെയ്ത ഹൃദ്രോഗ വിദഗ്ധനും ശ്രീ ഉത്രം തിരുനാൾ റോയൽ ഹോസ്പിറ്റലിലെ ചീഫ് കാർഡിയോളജിസ്റ്റും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ സി ഭരചന്ദ്രനാണ്. നമസ്കാരം ഡോക്ടർ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ചർച്ച ചെയ്തത് ഹൃദയാഘാതം ആണോ അല്ലയോ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരുപാട് ടെസ്റ്റുകളെ പറ്റിയാണ്. അതിൽ നമ്മൾ ട്രോപ്പോണിനെ പറ്റി സംസാരിച്ചു, ECGയിൽ വരുന്ന വേരിയേഷൻസിനെ പറ്റി സംസാരിച്ചു, CT ആൻജിയോനെ പറ്റിയൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ സംസാരിച്ചായിരുന്നു. അപ്പോൾ ഈ വക ടെസ്റ്റുകൾ കൊണ്ടിട്ട് നമുക്ക് ഒരു രോഗിയെ പെട്ടെന്ന് കണ്ടുപിടിക്കാനും, അതായത് ഒരു ഹൃദ്രോഗം അല്ലെങ്കിൽ ഹൃദയാഘാതമുള്ള ഒരു ആളാണോ എന്ന് കണ്ടുപിടിക്കാനും പെട്ടെന്ന് ചികിത്സിക്കാനും സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. പിന്നെ ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ഈ പല ടെസ്റ്റുകളും, പ്രത്യേകിച്ച് ഈ ട്രോപ്പോണിനൊക്കെ വാസ്തവത്തിൽ ഈ ഹാർട്ട് അറ്റാക്കിൻ്റെ ആ രോഗനിർണയത്തിൽ വളരെ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെ ചില ഈ അറ്റാക്കിൻ്റെ എന്താ പറയുക ചെറിയ അറ്റാക്കുകൾ അല്ലെങ്കിൽ വലിയ അറ്റാക്കിൻ്റെ മുന്നോടിയായിട്ട് വരുന്ന ചില കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അത് പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ഹാർട്ട് അറ്റാക്കിന് നമുക്കൊരു വലിയൊരു എന്താ പറയുക, അതായത് വലിയ ഹാർട്ട് അറ്റാക്കിന്, സ്റ്റെമി എന്ന് പറയുന്ന വലിയൊരു ഹാർട്ട് അറ്റാക്കിന് അത് രക്തക്കുഴലും മുഴുവനും അടഞ്ഞു പോകുന്നതുകൊണ്ടാണ്. ആ രക്തക്കുഴൽ അടഞ്ഞു പോകുന്നതിന് കാരണം ആ രക്തക്കുഴലിലുള്ള ആ കുഴലിനകത്ത് തടസ്സം ഉണ്ടാക്കുന്ന അത്തിരോമ എന്ന് പറയുന്ന പ്ലാക്ക് അത് പൊട്ടിയിട്ട്, അപ്പോൾ അതിനെ ഒരു അഗ്നിപർവ്വതം പൊട്ടുന്നതിനോട് നമുക്ക് ഉപമിക്കാം. ഈ വലിയ ഒരു അഗ്നിപർവ്വതം പൊട്ടുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു പൊട്ടലുണ്ടാകുന്നതിന് മുമ്പ് നേരത്തെ ചെറിയ ചെറിയ പൊട്ടലുണ്ടാകും. അപ്പോൾ ഈ ചെറിയ പൊട്ടലുകൾ എപ്പോഴും വലിയൊരു പൊട്ടലിൻ്റെ, അതുപോലെ ചെറിയ അറ്റാക്ക് വലിയ ഒരു അറ്റാക്കിൻ്റെ എന്താ പറയുന്ന ഒരു മുന്നറിയിപ്പായിരിക്കും. പണ്ടൊക്കെ ആണെങ്കിൽ ECGയിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകാതെ പോകുന്നതുകൊണ്ട് ചില അങ്ങനെയുള്ള ചെറിയ പൊട്ടലുകൾ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ, നിർണ്ണയിക്കാൻ പറ്റാതെ പോയെന്നിരിക്കും. പിന്നെ ആ വലിയൊരു അറ്റാക്ക് എല്ലാ രീതിയിലും വന്നിട്ട് അത് ഭയാനകമായിരിക്കും, പിന്നെ മാരകമായ ഒരു അറ്റാക്ക് ഉണ്ടായിരുന്നിരിക്കും. അപ്പോൾ അതിന് ഒരു പരിഹാരമായിട്ടാണ് ഈ ട്രോപ്പോണിൻ പോലുള്ള ടെസ്റ്റുകളൊക്കെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഏതെങ്കിലും ഒരു സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും തരം രോഗികളെ നമുക്കിങ്ങനെ മിസ് ചെയ്ത് പോകാറുണ്ടോ? നമ്മൾ ഈ പറയുന്ന ഈ ടെസ്റ്റുകൾ വെച്ചിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാതെ വരാറുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വരെ ഇതുപോലുള്ള ഈ ടെസ്റ്റുകളൊക്കെ വന്നിട്ട് പോലും അമേരിക്കയിൽ പോലുമുള്ള കണക്കനുസരിച്ചിട്ട് ഒരു 30,000 ഒരു വർഷം ഒരു 30,000-നടുത്ത് രോഗികളെ ഈ ഹാർട്ട് അതിലൊരു 50% ഈ 30,000-ൽ ഒരു 15,000-ഓളം പേര് ശരിയായിട്ടുള്ള വലിയ ഹാർട്ട് അറ്റാക്ക് ആയിരിക്കാം, മറ്റൊരു 15,000 പേര് അല്ലാതെ ഉള്ള ചെറിയ അറ്റാക്ക് ആയിരിക്കാം. ഈ അസുഖമായിട്ട് വരുന്നവരെ പിന്നെ രോഗനിർണയം നടത്താതെ എമർജൻസി റൂം അല്ലെങ്കിൽ കാഷ്വാലിറ്റിയിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. അതാണ് അവരുടെ കണക്ക്. നമുക്കിവിടെ കണക്കൊന്നുമില്ല ഇന്ത്യയിൽ. അപ്പോൾ ഇന്ത്യയിലെ ജനസംഖ്യ വെച്ചിട്ടും അതുപോലെ തന്നെ നമുക്ക് അമേരിക്കയായിട്ട് താരതമ്യം ചെയ്യുമ്പോഴുള്ള പരിമിതമായിട്ടുള്ള നമ്മുടെ പിന്നെ ആശുപത്രികളും അതുപോലുള്ള സൗകര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിൽ അതുപോലെ ഇത് രോഗനിർണയം സമയത്ത് നടത്താതെ ആശുപത്രിയിൽ എത്താതെ പോകുന്നവർ ധാരാളമുണ്ട്. എത്തിയിട്ടും ഇത് ഈ രോഗനിർണയം നടക്കാതെ വീട്ടിൽ പറഞ്ഞയക്കുന്നവരുടെ എണ്ണം വളരെയധികം തന്നെ ഉണ്ടാകും. അപ്പോൾ എന്തുകൊണ്ടാണ് ഡോക്ടർ നമുക്ക് അങ്ങനെയൊരു ഇത്രയും ഈ പറഞ്ഞ ടെസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് എന്തുകൊണ്ടാണ് അതൊന്ന് കണ്ടുപിടിക്കാൻ പറ്റാതെ പോകുന്നത്? അതിന് കാരണം പലതാണ്. ഒന്ന്, ഈ രോഗലക്ഷണത്തിൻ്റെ പ്രശ്നങ്ങളാണ്. ഇപ്പോൾ നമ്മളൊരു ലക്ഷണമൊത്ത പിന്നെ ഹാർട്ട് അറ്റാക്ക് വന്നാലേ നമ്മൾ രോഗനിർണയം നടത്തുകയുള്ളൂ എന്ന ഒരു വാശിയുണ്ടെങ്കിൽ പലപ്പോഴും രോഗം നിർണ്ണയിക്കാൻ പറ്റാതെ പോയി. കാരണം വെച്ചാൽ നല്ലൊരു ശതമാനം അറ്റാക്കുകളും, പ്രത്യേകിച്ച് ഈ ചെറിയ അറ്റാക്ക്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ വലിയ അറ്റാക്കിൻ്റെ മുന്നോടിയായിട്ട് വരുന്ന അറ്റാക്കുകളൊക്കെ ഈ ശരിയായ, നമുക്ക് പുസ്തകത്തിലൊക്കെ പറഞ്ഞിരിക്കുന്ന പോലെ ആളുകൾക്കെല്ലാം അറിയാവുന്നതുപോലെയുള്ള വലിയ നെഞ്ചുവേദനയും പിന്നെ അത് കഴുത്തിലോട്ട് പോവുകയും കയ്യിലോട്ട് വരികയും വിയർപ്പും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നിരിക്കുകയില്ല. അതുപോലെ തന്നെ ECGയിലും വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകുകയില്ല. അപ്പോൾ ECGയേക്കാളും പ്രധാനം ആദ്യം നമുക്ക് ഈ രോഗലക്ഷണങ്ങളാണ്. അത് ഏറ്റവും കൂടുതൽ അങ്ങനെ പോകുന്നത് വാസ്തവത്തിൽ ഈ പ്രായം കൂടിയ ആൾക്കാർ, അതുപോലെ പ്രായം കുറഞ്ഞ ആളുകൾ. കാരണം പ്രായം കുറഞ്ഞ ആളുകൾക്ക് ഇത് വരുമ്പോഴത്തേക്ക് പലപ്പോഴും അത് ഇങ്ങനെ അറ്റാക്ക് വരുമെന്ന് പ്രതീക്ഷിക്കില്ല. ഒരു 50 വയസ്സിനൊക്കെ കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ ചെറുപ്പക്കാർക്ക് വന്നു കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ച് ഒരു ലക്ഷണം
ഒത്ത അറ്റാക്ക് അല്ലാതെ ആകുമ്പോൾ ഈ ചെറിയ രീതിയിലൊക്കെ വരുമ്പോൾ ചെറിയ വേദന അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് പിന്നെ ഇതാകാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർമാരും വിചാരിക്കാതെ പോകും. പ്രത്യേകിച്ചും ആദ്യത്തെ ഒരു ECG നോർമലാണെങ്കിൽ ഇതല്ലാതെ അങ്ങ് തീരുമാനിക്കും. പിന്നെ സ്ത്രീകൾക്ക്, കാരണം സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഈ ഹാർട്ട് അറ്റാക്ക് പല പ്രാവശ്യം നല്ലൊരു ശതമാനം പേരിലും ഈ ലക്ഷണമൊത്ത അറ്റാക്ക് ആയിരിക്കില്ല. അപ്പോൾ സ്ത്രീകളിലും ഈ പ്രായം കൂടിയവരിലും അതേപോലെ തന്നെ ചെറുപ്പക്കാരിലും പിന്നെ ഇങ്ങനെ അറ്റാക്ക് വരാനുള്ള സാധ്യതയില്ല എന്നുള്ള ഒരു എന്തു പറയാനാ നേരത്തെയുള്ള ഒരു വിചാരം ഡോക്ടർമാർക്കും ഉണ്ട്, രോഗികൾക്കും ഉണ്ട്. അപ്പോൾ അങ്ങനെ രണ്ടും കൂടെ ചേരുമ്പോഴത്തേക്ക് അവർക്ക് വേണ്ട ടെസ്റ്റുകൾ, അത് റിപ്പീറ്റഡായിട്ട് ചെയ്യേണ്ട ടെസ്റ്റുകളൊന്നും ചെയ്തിരിക്കുകയില്ല. പിന്നെ ഒന്ന് ECG ആണ്. ഇപ്പോൾ ആദ്യത്തെ ECG എടുത്തു കഴിഞ്ഞാൽ പിന്നെ പലപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ അറ്റാക്കിൻ്റെ വലിയൊരു അറ്റാക്കിൻ്റെ തുടക്കത്തിലാണെങ്കിൽ പോലും ഈ ആദ്യത്തെ വേദന വന്ന് ഏതാനും നിമിഷങ്ങൾക്കകം ECG എടുക്കുകയാണെങ്കിൽ ആ ECG നോർമലായിരിക്കും. പിന്നെ അതുപോലെ ഈ ചെറിയ അറ്റാക്കുകൾ വരുമ്പോഴത്തേക്ക് ECG പലപ്പോഴും നോർമലായിരിക്കും. പിന്നെ ചിലപ്പോൾ താൽക്കാലികമായിട്ട് അതിൽ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ആശുപത്രിയിൽ എത്തുമ്പോഴത്തേക്ക് ചിലപ്പോൾ അത് നോർമൽ ആയിരിക്കും. അപ്പോൾ ഒരു ECG കണ്ടിട്ട് ഇത് സംശയം ഉണ്ടെങ്കിൽ പിന്നെ രോഗിയെ കുഴപ്പമില്ല എന്ന് പറഞ്ഞേക്കാൻ പാടില്ല. അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ECG എടുക്കണം. അതും നോർമലാണെങ്കിൽ വീണ്ടും ECG എടുക്കണം. അങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് 4 മണിക്കൂർ കഴിയുമ്പോൾ ഈ ട്രോപ്പോണിൻ എന്ന് പറഞ്ഞ ബ്ലഡ് ടെസ്റ്റ് പോസിറ്റീവ് ആകും. പക്ഷേ ഈ വലിയ അറ്റാക്കിന് ഈ വാസ്തവം പറഞ്ഞാൽ ഈ ട്രോപ്പോണിൻ ടെസ്റ്റ് പോസിറ്റീവ് ആകുന്നതുവരെ വെയിറ്റ് ചെയ്യാൻ പാടില്ല. അതിനു മുമ്പ് തന്നെ നമുക്ക് രോഗനിർണയം നടത്തണം. കാരണം വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് രോഗം ഇതുണ്ടെന്ന് ഹാർട്ട് അറ്റാക്കാണെന്ന് തീരുമാനിച്ചിട്ട് അതിന് ശരിയായിട്ടുള്ള ചികിത്സ കൊടുക്കണം. ശരിയായിട്ടുള്ള ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടഞ്ഞ കുഴൽ എത്രയും പെട്ടെന്ന് തുറന്നു വിടണം. അപ്പോൾ കഴിയുന്നതും ഈ വലിയ അറ്റാക്കാണെങ്കിൽ ട്രോപ്പോണിന് പിന്നെ വേണ്ടി സമയം കളയാതെ, അതിനുവേണ്ടി കാത്തിരിക്കാതെ രോഗലക്ഷണം കൊണ്ടും ECG കൊണ്ടും നമുക്ക് രോഗനിർണയം സാധ്യമാകണം. പക്ഷെ അത് ഈ ചെറിയ അറ്റാക്കിൽ അതുപോലെ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പോൾ ഇതൊക്കെ ചെയ്യാതെ പോകുമ്പോഴത്തേക്ക്, അതായത് ലക്ഷണമൊത്ത ഒരു അറ്റാക്ക് അല്ലാതെ വരുമ്പോഴത്തേക്ക് പിന്നെ ആദ്യത്തെ ECG നോർമലാകുമ്പോൾ കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ അത് ഗ്യാസ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ രോഗി അങ്ങനെ തന്നെ തീരുമാനിക്കും. പിന്നെ ഡോക്ടറും അങ്ങനെ തന്നെ. ചില ഡോക്ടർമാർക്ക് തന്നെ ഈ അസുഖം വന്നിട്ട് പിന്നെ ആദ്യത്തെ ECGയിൽ കുഴപ്പമില്ലാഞ്ഞിട്ട് ഗ്യാസ് ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ട് കുഴപ്പത്തിൽ ചാടിയ കഥകൾ എനിക്കറിയാം. അപ്പോൾ ഡോക്ടർമാർക്കത് സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും സാധാരണക്കാരായ രോഗികളെ, പ്രത്യേകിച്ചും ഡോക്ടർ പറയുകയാണ് ECGയിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഈ അടുത്ത കാലം വരെ ECG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫൈനൽ വേർഡായിരുന്നു. ECG നോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല എന്നൊരു ധാരണയാണ്. അങ്ങനെ വിചാരിച്ചിട്ട് വീട്ടിൽ പോകുമ്പോഴത്തേക്കായിരിക്കും പലപ്പോഴും പ്രശ്നങ്ങളുണ്ടാകാറ്. നമുക്കൊരു കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ ഹെൽത്ത് ടോക്കിലേക്ക് സ്വാഗതം. ആരാണ്? ഡോക്ടറോട് ചോദിച്ചു വിളിച്ചത്. ഹലോ മിസ്റ്റർ ബിനു, എന്താണ് ചോദിക്കാൻ? ശരി. എന്റെ അമ്മ അറ്റാക്ക് ആയിരുന്നു. 3 വർഷം മുമ്പ് ഒരു അറ്റാക്ക് വന്നാണ്. ഷുഗർ കൂട്ടിയിട്ടാണ് അറ്റാക്ക് ആയത്. അത് 3 വർഷം മുമ്പായിരുന്നു. ഇത് കുഴപ്പമില്ല. ഇപ്പൊ ചികിത്സ ഗുളിയും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. ശരി. അപ്പൊ ഈ ഷുഗർ കൂട്ടിയിട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത? ഷുഗർ കൂടിയത് കൊണ്ട് അറ്റാക്ക് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഷുഗർ വാസ്തവം പറഞ്ഞാൽ ഇങ്ങനെയുള്ള അസുഖങ്ങളുടെ എല്ലാം അമ്മയായ അസുഖമാണ്. ഈ പ്രമേഹമാണ് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് എല്ലാ ജീവിതശൈലി രോഗങ്ങളും, അതിൽ ഹാർട്ട് അറ്റാക്ക്, ബ്രെയിൻ അറ്റാക്ക് അല്ലെങ്കിൽ ഈ പക്ഷാഘാതം എന്ന് പറയുന്നത്, ഇതിനൊക്കെ ഒരു പ്രധാന കാരണം തീർച്ചയായിട്ടും ഡയബറ്റീസ് തന്നെയാണ്. പിന്നെന്താണ് ചോദിക്കേണ്ടത്? അപ്പൊ ഞാനിപ്പോ അന്ന് ഡോക്ടർ പറഞ്ഞ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത കാര്യം പറഞ്ഞു. ഞാൻ ചെയ്തില്ലായിരുന്നു അന്ന് മാറിയായിരുന്നു. അത് പുതിയ സെക്യൂരിറ്റി ECG ഒക്കെ നോർമലായിരുന്നു. അറ്റാക്ക് വന്നപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെന്ന് പറഞ്ഞു. അന്ന് ഡോക്ടർ റിഫർ ചെയ്ത പ്രവർത്തനം ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. അത് ശരി. ഇപ്പൊ അമ്മയ്ക്ക് നടക്കുമ്പോൾ നെഞ്ചുവേനയും മറ്റൊന്നും ഇല്ല? അങ്ങനെ യാതൊരു കുഴപ്പമില്ല. അന്നേരം ഈ 9 സമയത്ത് ശ്വാസതടസ്സം ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ആശുപത്രി ഷുഗർ ഹൈ ആയിരുന്നു. ശരി. അപ്പൊ ഷുഗർ നന്നായിട്ട് നിയന്ത്രിക്കുക, കൊളസ്ട്രോൾ നന്നായിട്ട് നിയന്ത്രിക്കുക. കൊളസ്ട്രോളൊക്കെ 150 മില്ലിഗ്രാമിന് താഴെ ആയിരിക്കണം. ചീത്ത കൊളസ്ട്രോള്
120/80 താഴെ ആയിരിക്കണം. ഇതൊക്കെ ചെയ്ത് ഡയബറ്റീസ് കൺട്രോൾ ചെയ്തിട്ട് നമ്മുടെ ഡയബറ്റീസിൻ്റെ 3 മാസത്തെ ശരാശരി അളവ് കാണിക്കുന്ന HbA1c എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്തിട്ട് അത് 7% താഴെയാക്കി നിർത്തുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇനി ഒരു അറ്റാക്ക് വരാനുള്ള സാധ്യത കുറവായിരിക്കും. അതിന് ആൻജിയോപ്ലാസ്റ്റി തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല കേട്ടോ. താങ്ക് യു സർ, താങ്ക്സ് ഫോർ കോളിംഗ്. ഡോക്ടർ, ഇപ്പം നമ്മൾ ഈ ടെസ്റ്റുകളൊക്കെ നടത്തി ഒരു ഹാർട്ട് അറ്റാക്ക് ആണെന്ന് കണ്ടുപിടിച്ച ഒരു രോഗിക്ക് നമ്മളൊരു ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രയോജനകരമാണോ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഒരാൾ ചോദിച്ചല്ലോ, ഇപ്പോൾ അറ്റാക്ക് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞു, ഇപ്പോൾ വേറെ നടക്കുമ്പോൾ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. കഴിയുമെങ്കിൽ അങ്ങനെയുള്ളവർക്കൊരു ട്രെഡ്മിൽ ടെസ്റ്റ് കൂടെ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് അത് വളരെ പോസിറ്റീവായിട്ട് വരികയാണെങ്കിൽ ആൻജിയോഗ്രാം ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ ആലോചിക്കണം. പക്ഷേ അല്ലാന്നുണ്ടെങ്കിൽ ഈ ആൻജിയോപ്ലാസ്റ്റി അറ്റാക്ക് വന്ന സമയത്ത് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രമാണം. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അറ്റാക്ക് കൊണ്ടുണ്ടാകാവുന്ന പല പ്രശ്നങ്ങളും ഈവൻ മരണനിരക്ക് തന്നെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ അറ്റാക്ക് വന്ന ആ സമയത്ത് ആൻജിയോപ്ലാസ്റ്റിയുടെ പ്രസക്തി വളരെ ഏറെയാണ്. വാസ്തവത്തിൽ അതൊഴിച്ചാൽ ഈ ആൻജിയോപ്ലാസ്റ്റിക്ക് ജീവനെ രക്ഷിക്കുന്നതിനുള്ള ഒരു ചികിത്സയായിട്ട് ആൻജിയോപ്ലാസ്റ്റി നമുക്ക് കണക്കാക്കാൻ പറ്റുകയില്ല. കാരണം അത് നമുക്ക് നടന്നിട്ട് മരുന്നൊക്കെ കഴിച്ചിട്ട് ഉണ്ടാകുന്ന നെഞ്ചുവേദനയെ മാറ്റാൻ മാത്രമേ അത് സഹായിക്കുകയുള്ളൂ. സാധാരണയുള്ള കൊറോണറി ഈ ഹൃദ്രോഗമായിട്ടുള്ളവർക്ക്, നടക്കുമ്പോൾ നെഞ്ചുവേദനയൊക്കെ ഉള്ള രോഗികൾക്ക്. നേരെ മറിച്ച് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അത് ജീവന് രക്ഷ നൽകുന്ന ഒരു ചികിത്സ തന്നെയാണ്. അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ വളരെ വലിയ ആശ്വാസം തന്നെ ഉണ്ടാകേണ്ടതാണ്. ഡോക്ടർ, ഇത് ചോദിക്കാനുള്ള കാര്യം, നമുക്കൊരു ലെറ്റർ വന്നതിൽ ഒരു രോഗിയുടെ ഒരു സംശയം ഉണ്ടായിരുന്നു. പുള്ളിക്കാരന് രാവിലെ ഒരു നെഞ്ചുവേദന വന്നു, ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഒരു ആശുപത്രിയിലെത്തുകയും അവിടെ ടെസ്റ്റുകളൊക്കെ ചെയ്ത് ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. തിരിച്ച് അദ്ദേഹം 3-4 ദിവസം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി. അത് കഴിഞ്ഞ് പക്ഷേ ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് പുള്ളിക്കാരന് ശ്വാസം മുട്ടലും അങ്ങനെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോൾ കാണുന്നു. അപ്പം എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്തു, ഈ അടഞ്ഞ രക്തക്കുഴലുകളെല്ലാം തുറന്നു വിട്ടു, എന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കണ്ടീഷൻ ഇങ്ങനെ ബാഡായി പോകുന്നത്? എന്തുകൊണ്ടാണ്? പല കാരണങ്ങളുണ്ടാകും. കാരണം വെച്ചാൽ ഈ പറഞ്ഞ രോഗി നെഞ്ചുവേദന എടുത്തിട്ട് 1 മണിക്കൂറിനകം ആശുപത്രിയിലെത്തുന്നു. അത് ഈ ഗോൾഡൻ അവർ എന്ന് പറയും. ഈ സമയത്ത് നമ്മൾ ഈ അടഞ്ഞ രക്തക്കുഴൽ തുറന്നു വിടുകയാണെങ്കിൽ ഈ അറ്റാക്കിനെ നമുക്ക് അബോട്ട് ചെയ്ത് കളയാൻ, അലസിപ്പിച്ച് കളയാൻ തന്നെ സാധിക്കും. അത് ആൻജിയോപ്ലാസ്റ്റി തന്നെ വേണമെന്നില്ല. ഈ ആദ്യത്തെ 3 മണിക്കൂറിനകം ഈ നമ്മളെ കട്ടപിടിച്ച രക്തത്തെ അലിയിക്കുന്ന ഈ ഫൈബ്രിനോലൈറ്റിക് തെറാപ്പി, ത്രോംബോലൈറ്റിക് തെറാപ്പി, അതും ഈ ആൻജിയോപ്ലാസ്റ്റിക്ക് തുല്യമായ ബലം തരും. അപ്പോൾ ഇത് രണ്ടിൽ ഏതെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 1 മണിക്കൂറിനകം ആണെങ്കിൽ നമുക്ക് ഈ അറ്റാക്കിനെ അലസിപ്പിച്ച് കളയാൻ തന്നെ. ഇവിടെ പ്രസക്തമായ ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം 1 മണിക്കൂറിനകം ആശുപത്രിയിൽ എത്തി ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. എത്ര സമയം കഴിഞ്ഞിട്ടാണ് ആൻജിയോപ്ലാസ്റ്റി ചെയ്തത്? എനിക്ക് തോന്നുന്നു വൈകിയാണ് ആൻജിയോപ്ലാസ്റ്റി ചെയ്തത്. വൈകി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5-6 മണിക്കൂറിന് ശേഷമാണ്. അതാണ് പ്രശ്നം. കാരണം 5-6 മണിക്കൂർ കഴിഞ്ഞ് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദയ മാംസപേശിക്ക് അപ്പോഴേ തന്നെ തിരിച്ച് നമുക്ക് ശരിയാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ക്ഷതം, അതായത് ഇറവേഴ്സിബിൾ നെക്രോസിസ് സംഭവിച്ചു കഴിഞ്ഞിരിക്കും. അപ്പോൾ ഈ പ്രമാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ, പണ്ട് ഈ ആൻജിയോപ്ലാസ്റ്റി വരുന്നതിന് മുമ്പ് കട്ടപിടിച്ച രക്തത്തെ അലിയിപ്പിച്ച് കളയുന്ന ത്രോംബോലൈറ്റിക് തെറാപ്പി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് വന്നപ്പോൾ തന്നെ അതിൻ്റെ ആ ചികിത്സയുടെ ആവിർഭാവത്തോടു കൂടി ആണ് ഈ ഹാർട്ട് അറ്റാക്കിന് നമുക്കൊരു ഒരു ഡെഫിനിറ്റ് ചികിത്സ ഉണ്ടായത്. അതുവരെ ഓക്സിജനും കൊടുത്ത് മോർഫിനും കൊടുത്ത് ICU കിടത്തുകയായി കൂടുതൽ അതല്ലാതെ വേറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അടഞ്ഞ രക്തക്കുഴൽ തുറന്നുവിടാനായിട്ട് നമുക്ക് ഈ മരുന്നുകളുണ്ട്. അപ്പോൾ അത് വന്നപ്പോൾ മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രക്തക്കുഴൽ അടഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും മുതലേ ആ രക്തക്കുഴൽ പ്രാണവായു നൽകുന്ന ഹൃദയ മാംസപേശിക്ക് ക്ഷതം സംഭവിച്ചു തുടങ്ങും. പക്ഷെ അത് ആദ്യത്തെ 1 മണിക്കൂർ 2 മണിക്കൂറിനകം തുറന്നു വിടുകയാണെങ്കിൽ വാസ്തവത്തിൽ വലിയ ക്ഷതമൊന്നും ഉണ്ടായിരുന്നേ ഇരിക്കുകയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, 1-2 മണിക്കൂറിനകം അല്ലെങ്കിൽ 3 മണിക്കൂറിനകം തുറന്നു വിടുകയാണെങ്കിൽ നമുക്കിതിനെ ഏകദേശം അലസിപ്പിച്ച് തന്നെ കളയാൻ പറ്റും. എന്നാൽ അത് 6 മണിക്കൂർ വരെ ഈ തുറന്നു വിട്ടതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും. അപ്പോൾ 6 മണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മാംസപേശി ഈ രക്തക്കുഴൽ ശുദ്ധരക്തം നൽകുന്ന
ഈ രക്തക്കുഴലിൽ നിന്നും ശുദ്ധരക്തം ലഭിക്കുന്ന ഹൃദയത്തിൻ്റെ ആ ഭാഗം, ആ മാംസപേശി പിന്നെ നിർജീവമായി മാറും. അപ്പോൾ പിന്നെ തുറന്നു വിട്ടിട്ടും കാര്യമൊന്നുമില്ല. അപ്പോൾ 5-6 മണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്നു വിട്ടതുകൊണ്ട് വാസ്തവം പറഞ്ഞാൽ പിന്നെ വലിയ ഗുണമൊന്നുമില്ല. പക്ഷെ അതുകൊണ്ട് തുറന്നു വിടേണ്ടതെന്ന് ചോദിപ്പോൾ 5-6 മണിക്കൂർ കഴിഞ്ഞാണ് രോഗി വരുന്നത്. അപ്പോഴാണ് രോഗം നിർണയം നടത്താൻ സാധിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും തുറന്നു വിടുന്നതുകൊണ്ട് 12 മണിക്കൂറിനകം തുറന്നു വിടുന്നതുകൊണ്ട് കുറച്ചൊക്കെ പ്രയോജനം കിട്ടുന്നിരിക്കും. തുറന്നു വിടാതിരിക്കുന്നതിനേക്കാളും നല്ലത് അത് തന്നെയാണ്. പക്ഷേ ഒരു രോഗി നെഞ്ചുവേദനയായിട്ട് ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാൽ 5-6 മണിക്കൂർ വൈകി ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് പറയാനാ, അതൊരു ക്രിമിനൽ ആക്ടാണ്. മനസ്സിലായില്ലേ? നമുക്കൊരു കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ 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 ഹെൽത്ത് ടോക്കിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, കേൾക്കുന്ന, ചോദിക്കുക. ഹലോ, കോഴിക്കോട് മുൻവർ. ശരി. ഞാൻ ഇത് ബൈപ്പാസ് സർജറി ഒരു കൊല്ലായി. ആഹാ, ടിവിയുടെ ബൈപ്പാസ് സർജറി കഴിഞ്ഞ കൊല്ലായി. സർ, ടിവിയുടെ വോളിയം ഒന്ന് കുറയ്ക്കാമോ? ടിവിയുടെ വോളിയം കുറച്ചിരുന്നേ. സംസാരിച്ചോളൂ. ബൈപ്പാസ് സർജറി കഴിഞ്ഞേ. അതെ, കേൾക്കുന്നു. 1 വർഷമായി. 1 വർഷമായി. അതെ. ഇപ്പോ വല്ലാണ്ട് തലചിറ്റല്. ആഹാ, 1 വർഷമായി ഭയങ്കര തലചിറ്റല്. ആഹാ, തലചിറ്റൽ 2 നാളും കഴിഞ്ഞിട്ട് 8 വർഷം ഇങ്ങനെ വേദന വരിക. ശരി. ഇടത്ത് സൈഡ് വലത്ത് സൈഡ് വേദനകൾ വന്നു. ആഹാ, തലചുറ്റൽ എന്ന് വെച്ചാൽ എന്താ അർത്ഥമാക്കുന്നത്? തലചുറ്റി നമ്മുടെ മുതുകൊക്കെ കാണാൻ പറ്റുമോ? അതൊക്കെ കാണുന്നുണ്ട്. കാണയില്ല. അപ്പൊ തല ചുറ്റുന്നില്ല, നമുക്ക് എന്തോ ഒരു കാര്യം തോന്നുന്നു. അതായത് ചുറ്റുമുള്ള വസ്തുക്കൾ കറങ്ങുന്നത് പോലെ തോന്നുന്നു, അതോ തലയ്ക്കകത്ത് എന്തെങ്കിലും കറങ്ങുന്ന പോലെ തോന്നുമോ, അതോ എന്താ കറങ്ങുന്ന മാതിരി? അത് എണീറ്റ് നിൽക്കുമ്പോഴാണോ അതോ കിടക്കുമ്പോഴും ഉണ്ട്? ചെവിക്കകത്ത് മുഴക്കോ അങ്ങനെ വല്ലതും ഉണ്ടോ? ചെവിയിൽ മുഴക്കം വല്ലതും ഉണ്ടോ? ഇല്ല. അത് കേൾവിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പൊ ഇതിന് ഹൃദയമായിട്ട് വലിയ ബന്ധം ഉണ്ടാകാൻ സാധ്യതയില്ല. ഇത് താങ്കളുടെ ചെവിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. അതുകൊണ്ട് ഹാർട്ടിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട. നല്ല ബൈപ്പാസ് സർജറി ആയിരുന്നിരിക്കണം. ഇപ്പോൾ ഈ നെഞ്ചുവേദന എന്ന് പറഞ്ഞു, അത് നടക്കുമ്പോഴാണോ വെറുതെ ഇരിക്കുമ്പോഴാണോ എപ്പോഴാണ് നെഞ്ചുവേദന ഉണ്ടാകുന്നത്? അതെ, അത് എപ്പോഴാണ് ഉണ്ടാകുന്നത്? നമ്മൾ എന്തെങ്കിലും അതെ, പക്ഷെ എന്ത് ചെയ്യുമ്പോഴാണോ? നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴാണോ? വെറുതെ ഇരിക്കുമ്പോൾ വന്നാൽ എത്ര നേരം കാണും? ഇത്രയേ ഉള്ളൂ. അതും തീർച്ചയായിട്ടും ഹൃദയത്തിൽ നിന്നും വരുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എങ്കിലും ഈ ബൈപ്പാസ് സർജറിക്ക് മുമ്പ് നിങ്ങളെ പരിശോധിച്ച കാർഡിയോളജിസ്റ്റ് ഒന്ന് കാണുക. അദ്ദേഹം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ബെൽറ്റിൽ കൂടെ ഓടി നോക്കുന്ന ട്രെഡ്മിൽ ടെസ്റ്റ്, സാധാരണ ECG ഒക്കെ എടുത്തതിന് ശേഷം ഈ എക്സസൈസ് ECG ഒന്ന് ചെയ്തു നോക്കട്ടെ. എന്നിട്ട് അദ്ദേഹം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ട മരുന്നൊക്കെ തരും. പക്ഷേ എനിക്ക് ഏറെക്കുറെ ഉറപ്പിച്ച് പറയാൻ പറ്റും, ഇത് ഹാർട്ടിൽ നിന്നും വരുന്ന വേദനയല്ല, അത് വെറും ഈ എല്ലിൽ നിന്നും നമ്മുടെ എന്താ റാൻഡാക്ക്. ശരി. അത് കഴിക്കുമ്പോൾ ആശ്വാസം ഉണ്ടോ? അപ്പോൾ അതായിരിക്കും, അസിഡിറ്റിയാണ്. അതായത് നമ്മൾ വായു എന്നൊക്കെ പറയില്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഏതായാലും നിങ്ങളുടെ അപ്പോൾ നടക്കുമ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ നിങ്ങളെ ബൈപ്പാസ് ചെയ്തു തന്ന ഡോക്ടറോട് നന്ദി പറഞ്ഞുകൊണ്ട് നല്ല ആഹാരമെല്ലാം കഴിച്ച് ശരി, കൊളസ്ട്രോളൊക്കെ കുറച്ച് ദിവസവും വ്യായാമമൊക്കെ ചെയ്ത് പിന്നെ നല്ല ആഹാരമെല്ലാം കഴിച്ചു പോവുക, അല്ലാതെ പേടിക്കാനൊന്നുമില്ല. ഓക്കെ, താങ്ക് യു സർ. താങ്ക്സ് ഫോർ ഡോക്ടർ. ഇപ്പോൾ നമ്മൾ സംസാരിച്ചപ്പോഴത്തേക്കും എത്ര സമയത്തിനുള്ളിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം എന്ന് പറഞ്ഞൊരു 3 മണിക്കൂറിനുള്ളിൽ ആൻജിയോപ്ലാസ്റ്റി. അത് ഈ ഒരു നെഞ്ചുവേദന ഉണ്ടായി 3 മണിക്കൂറിനുള്ളിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം എന്നല്ലേ? അല്ല, നമുക്ക് നെഞ്ചുവേദന ഉണ്ടായിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നെഞ്ചുവേദന ഉണ്ടായി ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് ഈ രക്തക്കുഴലിലെ തടസ്സം, ബ്ലോക്ക് അത് പൂർണ്ണമാകുമ്പോഴാണ്.
അതിനെ എത്രയും പെട്ടെന്ന് ആ രക്തതടസ്സം മാറ്റി പിന്നെ രക്തപ്രവാഹം നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. എത്രയും പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റുമോ അത്രയും നല്ലത്. അപ്പോൾ ഇപ്പോഴത്തെ പ്രമാണം അനുസരിച്ചിട്ട് പിന്നെ ആശുപത്രിയിൽ വന്നു കഴിഞ്ഞാൽ മരുന്നാണ് കൊടുക്കാൻ പോകുന്നതെങ്കിൽ ഈ രക്തം അലിയിച്ച് കളയുന്ന രക്തക്കട്ട അലിയിച്ച് കളയുന്ന മരുന്നാണെങ്കിൽ അത് അരമണിക്കൂറിനകം കൊടുത്തിരിക്കണം എന്നുള്ളതാണ്. അരമണിക്കൂറിൽ കൂടി വൈകിച്ച് മരുന്ന് കൊടുക്കുകയാണെങ്കിൽ വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ്. അത് പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ ശിക്ഷാർഹമാണ്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ആൻജിയോപ്ലാസ്റ്റിയാണ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ആശുപത്രിയിൽ വന്നു കഴിഞ്ഞാൽ 90 മിനിറ്റ്സ്, അതായത് 1.5 മണിക്കൂറിനകം പിന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്തിരിക്കണം. അതിന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഡോർ ടു നീഡിൽ ടൈം എന്ന് പറയും. അതായത് ആശുപത്രിയുടെ വാതിലിൽ വന്നു കഴിഞ്ഞാൽ അരമണിക്കൂറിനകം ഈ മരുന്ന് കൊടുക്കുന്ന നീഡിൽ കയറിയിരിക്കണം. അതാണ് ഡോർ ടു നീഡിൽ ടൈം. അതേപോലെ ഈ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുകയാണെങ്കിൽ ഡോർ ടു ബലൂൺ ടൈം എന്ന് പറയും. അതായത് ആശുപത്രിയിൽ വന്നു കഴിഞ്ഞാൽ കവാടത്തിൽ വന്നു കഴിഞ്ഞാൽ ഇത് 1.5 മണിക്കൂറിനകം ഈ ബ്ലോക്കുള്ള സ്ഥലത്ത് അതിനെ തുറന്നു വിടുന്ന ബലൂൺ പിന്നെ വിന്യസിച്ചിരിക്കണം. അതാണ് ഡോർ ടു ബലൂൺ ടൈം. അപ്പോൾ അതിന് വൈകി ചെയ്യുന്നത് വാസ്തവത്തിൽ തെറ്റാണ്. പല കാരണങ്ങളുണ്ട്. ഡോക്ടർമാരുടെ സൗകര്യം നോക്കിയിട്ട് അല്ലെങ്കിൽ ടെക്നീഷ്യന്മാരുടെയും നഴ്സുമാരുടെയും സൗകര്യം നോക്കിയിട്ട് ഒക്കെ ഇത് വൈകിക്കാറുണ്ട്. അത് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തെറ്റായ ഒരു നടപടിയാണ്. അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട് ആൻജിയോപ്ലാസ്റ്റി ഇപ്പോൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു ആശുപത്രിയിലാണ് രോഗി എത്തിയിട്ടുണ്ട്. പക്ഷേ അതേസമയം ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ ഏതെങ്കിലും കാരണം കൊണ്ട് വൈകും എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ചെയ്യേണ്ടത് എന്താണെന്ന് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഈ മരുന്ന് കൊടുക്കുക എന്നാണ്. കാരണം എത്ര പെട്ടെന്ന് നമ്മുടെ ഈ അടഞ്ഞ കുഴൽ തുറന്നു വിടുന്നു അത്രയും നല്ലത്. കാരണം ഓരോ നിമിഷം കഴിയും തോറും രോഗി മരണത്തിനോട് അടുക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു ഫോർമുലയുണ്ട്. അതായത് പിന്നെ ടൈം ഈക്വൽസ് മസിൽ ഈക്വൽസ് ലൈഫ്. അതായത് സമയം എന്ന് പറയുന്നത് ഹൃദയമാംസപേശിയാണ്. ഹൃദയമാംസപേശി എന്ന് വെച്ചാൽ സമം ജീവൻ. അപ്പോൾ സമയം പോകുന്നതനുസരിച്ചിട്ട് രോഗി മരണത്തോടടുക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തുറന്നു വിടാമോ അത്രയും പെട്ടെന്ന് തുറന്നു വിടുക. അത് ആൻജിയോപ്ലാസ്റ്റിയാണ് ഏറ്റവും നല്ലത്. പക്ഷേ ആദ്യത്തെ 3 മണിക്കൂറിനകം ആൻജിയോപ്ലാസ്റ്റിക്കും പിന്നെ മരുന്നും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് മരുന്ന് എങ്കിലും കൊടുക്കണം. ആൻജിയോപ്ലാസ്റ്റിക്ക് എന്തെങ്കിലും കാരണവശാൽ തടസ്സം ഉണ്ടാകുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് മരുന്ന് കൊടുക്കണം. പിന്നെ 3 മണിക്കൂർ കഴിഞ്ഞാൽ അല്പം വൈകിയാലും തീർച്ചയായിട്ടും ആൻജിയോപ്ലാസ്റ്റി ആയിരിക്കും നല്ലത്. പിന്നെ അതുപോലെ ഒരു രോഗി ഇപ്പം നെഞ്ചുവേദനയായിട്ട് ഒരു ആശുപത്രി പോകുന്നു. അപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാനുള്ള സൗകര്യങ്ങളില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഒരു 1.5 മണിക്കൂറിനകം ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റുന്ന ഒരു ആശുപത്രിയിൽ രോഗിയെ എത്തിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നേരെ മറിച്ച് രോഗി ഈ ആൻജിയോപ്ലാസ്റ്റി സൗകര്യമില്ലാത്ത ആശുപത്രിയിൽ 3 മണിക്കൂറിന് മുമ്പ് എത്തുകയാണെങ്കിൽ ആൻജിയോപ്ലാസ്റ്റിക്ക് വേണ്ടി എങ്ങും പറഞ്ഞയച്ച സമയമൊന്നും കളയണ്ട. എത്രയും പെട്ടെന്ന് ഈ മരുന്ന് കൊടുത്തിട്ട് ആദ്യം തുറന്നു വിടുക. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത 24 മണിക്കൂറിനകം ആൻജിയോപ്ലാസ്റ്റി വേണമെന്ന് നോക്കിയിട്ട് ചെയ്താൽ മതിയാവും. ഡോക്ടർ, ഇനി ഈ ആൻജിയോപ്ലാസ്റ്റി ചെയ്തിരുന്നാലും നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ ചില രോഗികൾക്ക് അതിൻ്റെ ആ ഒരു സുഖം കിട്ടാത്തത് എന്തുകൊണ്ടാണ്? നമുക്ക് ഒരു ഫുൾ എന്താണ് നമ്മൾ പറയുന്നത്, ആ ഒരു ഇതിൻ്റെ ഫലം കംപ്ലീറ്റ് കിട്ടാത്തത്? അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന് പിന്നെ ഇപ്പോൾ ആൻജിയോപ്ലാസ്റ്റിക്ക് മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും വലിയ കുഴപ്പങ്ങളും കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ സ്റ്റെൻ്റൊക്കെ വന്നതോടുകൂടി, മരുന്ന് കൂട്ടിയത് സ്റ്റെൻ്റൊക്കെ വന്നതോടുകൂടി വാസ്തവത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്നതിൻ്റെ അപകടവും ചെയ്യുന്നതിൻ്റെ കോംപ്ലിക്കേഷൻസൊക്കെ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. പണ്ട് ആദ്യകാലങ്ങളിൽ അങ്ങനെയൊന്നുമല്ല. പിന്നെ എന്നിട്ടും ചിലപ്പോൾ ചെയ്യുമ്പോഴത്തേക്ക് അതിന് പൂർണ്ണമായ റിസൾട്ട് ചിലപ്പോൾ കിട്ടിയിരിക്കുകയില്ല. അതൊരു പ്രശ്നം. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം പലപ്പോഴും ഈ വൈകി ചെയ്യുന്നതുകൊണ്ടാണ്. കാരണം പിന്നെ എന്ത് പറഞ്ഞാൽ നമ്മൾ ഈ കതിരിന്മേൽ വളം വയ്ക്കുന്ന ഒരു മലയാളത്തിൽ ചൊല്ലുണ്ടല്ലോ, അതുപോലെ അരമണിക്കൂറിനകം ഈ മരുന്ന് കൊടുത്തിരിക്കണം. അഥവാ അതല്ല ആൻജിയോപ്ലാസ്റ്റിയാണ് ഉത്തമമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പാടുകൾ ചെയ്തിട്ട്
പിന്നെ ആൻജിയോപ്ലാസ്റ്റിയിലോട്ട് പോവുക. പിന്നെ അതിനോടൊപ്പം തന്നെ ചില മരുന്ന് രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള ഹെപ്പാരിൻ അങ്ങനെ പറഞ്ഞ ചില മരുന്നുകളുണ്ട്. ഈ ആസ്പിരിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ആസ്പിരിൻ്റെ കൂടെ വേറെ ചില മരുന്നുകളുണ്ട്, അതെല്ലാം കൊടുത്തിരിക്കും. പക്ഷേ ഏറ്റവും പ്രധാനം ഇതാണ്, ഈ നമുക്ക് ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ രക്തക്കുഴൽ പൂർണ്ണമായിട്ട് അടയുന്ന അതാണ് കുഴപ്പം. അപ്പോൾ അത് തുറന്നു വിടണം. അത് എത്ര പെട്ടെന്ന് തുറന്നു വിടാമോ അത്രയും നല്ലത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ എപ്പിസോഡിൻ്റെ സമയം ഇന്നിവിടെ അവസാനിക്കുകയാണ് ഡോക്ടർ. ഹെൽത്ത് ടോക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.